ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര പയ്യന്നൂരിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരെയുള്ള കാനായിക്കാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടവും തടാകവും ഒക്കെ നിറഞ്ഞ് പ്രകൃതിയുടെ വിസ്മയം തീർക്കുന്ന ഒരു സ്ഥലമാണ് കാനായിക്കാനം. അപ്പോൾ നമ്മൾ പയ്യന്നൂരിൽ നിന്ന് വരികയാണെങ്കിൽ ശ്രീനാരായണ ഗുരു കോളേജ് ലക്ഷ്യമാക്കി വരിക. അവിടുന്ന് ഒരു കുറച്ച് മുന്നോട്ടുകൂടി പോകാനുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് SNG കോളേജ്. ഞാൻ ഈ സ്ഥലത്തിൻ്റെ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും വിഷ്വൽസും ഒക്കെ കാണാം. ഗൈസ്, ഈ സ്ഥലം വരെ നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റും. ബാക്കി നമ്മൾ ഇറങ്ങി നടക്കേണ്ടതുണ്ട്. നമ്മൾ ഓൾറെഡി ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇതിലൂടെ വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ഈ കോവിഡ് കാരണം ഇവിടെയും ആദ്യം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വേറെ റെസ്ട്രിക്ഷനും പ്രോബ്ലംസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് വരാം. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ അരുവികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളേതായാലും വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ വേറെ റെസ്ട്രിക്ഷൻ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഒരു ചെറിയൊരു വഴിയിലൂടെയാണ് നമുക്ക് ഈ കാനായിക്കാനത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ. ഇനി നമുക്ക് പോയിട്ട് അവിടെ വെള്ളം ഉണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ബാക്കി പോയിട്ട് നോക്കാം. നമ്മളിപ്പം ജസ്റ്റ് പകുതിയോളം വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നല്ലൊരു വ്യൂ കണ്ടു. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഏതായാലും ഒന്ന് പോയിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവരെ നല്ല ചൂടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറും തോറും തണുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. കാടായതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ക്ലൈമറ്റാണ് ഇതിൻ്റെ അകത്ത്. ശരിക്കും പറഞ്ഞാൽ ട്രെക്കിങ്ങിനും സൈറ്റ് സീയിങ്ങിനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് ഈ കാനായിക്കാനം. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഗവൺമെൻറ് ഇതിനെ കാര്യമായിട്ട് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇത് ശരിക്കും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയാൽ തന്നെ ഒരുപാട് സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെ ഇങ്ങോട്ടേക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിന് ഏകദേശം ഒരു പകുതി ദൂരം മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇത്. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് ഇറങ്ങിച്ചെല്ലാവുന്നതാണ്. പക്ഷേ നിറയെ പാറകളും പിന്നെ സ്ലിപ്പാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഇതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. ഇതിലൂടെ നമുക്ക് താഴോട്ട് ഇറങ്ങിച്ചെല്ലാം. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ സ്ഥലത്തോട്ടുള്ള ബാക്കിയുള്ള വ്യൂസൊക്കെ കാണാം. ഈ കോവിഡ് കാരണം ഇത് ആദ്യം അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു റെസ്ട്രിക്റ്റഡ് ആണ് എൻട്രി. വേറെ ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒറിജിനൽ സ്ഥലം. നേരത്തെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരാനുണ്ട്. ഈ കാണുന്നത് പോലെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും പിന്നെ ഒരു തടാകവും ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അധികം ആൾക്കാരൊന്നും വന്നു പോകാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ അണ്ടർ വാട്ടർ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി വ്യൂ ആണ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ട്രയൽ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതേതായാലും നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല, കണ്ടു നോക്കൂ.
ശരിക്കും ആയിരങ്ങളൊക്കെ ചിലവാക്കുന്നതിന് പകരം ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫ്രീ ആയിട്ട് ഫിഷ് കൂട്ട് മസാജൊക്കെ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ സ്ഥലത്തേക്ക് വരേണ്ടത് ഞാൻ പറഞ്ഞ പോലെ മഴക്കാലത്തേക്കാണ്, ഇപ്പോഴല്ല. ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് അടുത്ത മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ടും റീഓപ്പൺ ആവും എന്ന് വിചാരിക്കാം. വേറെ എന്താ പറയുക, ഇവിടുന്ന് ഡ്രോൺ പറപ്പിക്കാൻ പറ്റും തോന്നില്ല, കാരണം നിങ്ങൾ കാണാം ഇതേ കണ്ടില്ലേ, ഒരു സ്പേസ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആവുന്നതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഡ്രോൺ വിഷ്വൽസ് എടുത്തിട്ട് പിന്നെ ബാക്കി ഇതിൻ്റെ പുറത്ത് പോയിട്ട് ഡ്രോൺ പറത്തിക്കാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഈ കാട്ടിനകത്ത് ഇതുപോലൊരു തടാകവും പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലം നമ്മുടെ ചുറ്റുപാടൊന്നും എവിടെയും കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കണ്ണൂരിലെ പയ്യന്നൂരിനടുത്തുള്ള കാനായി കാന എന്ന് പറയുന്ന ഈ സ്ഥലം. ഇനി നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പാറകൾക്കിടയിലൂടെ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സീനറിയൊക്കെ കണ്ട് സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കെയർ ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ജിഷ്ണു സൈനിങ് ഔട്ട്.